ഇന്ന് നമുക്കൊരു സെറ്റ് ബിരിയാണി ഉണ്ടാക്കാം, അതും സിമ്പിൾ വേയിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, എടുത്തേക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ ഇതിന് ശേഷമുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ്, നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കനിലേക്ക് സവാള, തക്കാളി, പുതിനയില, മല്ലിയില ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ തൈര്, ആവശ്യത്തിനുള്ള തൈരും, പിന്നെ നമ്മൾ കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് കിട്ടും മസാലയ്ക്ക് കേട്ടോ, ഈ ഒരു ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുറച്ച് ഓയിലും, പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അരി കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാൻ വെക്കണം ഒരു 10 മിനിറ്റ്. അപ്പോൾ അത് രണ്ടും സെറ്റായിക്കോളും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്കുക ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്ക് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം വറ്റുന്നിടം വരെ ചോറ് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറും സെറ്റായി, നമ്മുടെ ചിക്കനും സെറ്റായി. ഇനി നമുക്കിത് ദമ്മിട്ട് സെറ്റ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദമ്മിട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റ്. അപ്പോൾ എങ്ങനെ, സൂപ്പറല്ലേ?